അപ്പോൾ ഇനി മുതലുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് കുറ്റിക്ക് ഇനി പൈസ വേണ്ട കേട്ടോ. പൈസ കൊടുത്ത് ആരും നിറച്ച് ഗ്യാസിന്റെ പൈസ കളയണ്ട. സംഭവം ഇതൊക്കെ വല്ല പള്ളയിലേക്ക് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നമ്മൾ കാണിച്ചിട്ട് കേട്ടോ. ഈ പറഞ്ഞാലുണ്ടല്ലോ അവിടെ മൊത്തം ഗ്യാസ് കുറ്റിയൊക്കെ ഇവിടെ വഴിക്കിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ സംഭവം കാണിച്ചിട്ട് കേട്ടോ. എന്തോ ഒരു കാശ ലാഭം എന്ന് പറയാവാ. നമ്മളെല്ലാം എന്താ സംഭവം എന്ന് പറഞ്ഞു കേട്ടോ. വെറും 8 രൂപയുള്ളൂ. 8 രൂപക്ക് നമുക്ക് ഈ സംഭവം ഒരു ദിവസം മുഴുവനായിട്ടും പാചകം ചെയ്യാം. നമസ്കാരം. ഹലോ, എന്റെ പേരെങ്ങനെയാ? ഷാറൂഖ്. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. അതായത് ഇപ്പൊ നിലവില് നമ്മുടെ ഈ വീടുകളിൽ 800 രൂപ 900 രൂപ 1000 രൂപ മുടക്കാണ് ഗ്യാസ് നമ്മൾ കത്തിക്കുന്നത്. എല്ലാ മാസവും ഒരു മാസം 2 മാസം കത്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ പരിപാടി അല്ലെങ്കിൽ 800 900 വെച്ച് നടക്കുന്ന പരിപാടി ഒന്നും വേണ്ടതാണ്. ഉള്ളതാണ്. നമുക്ക് വന്നിട്ട് മാസം 60,000 1 ലക്ഷം രൂപ ഗ്യാസ് ചെലവിന് വെറും 5000 രൂപ ഒതുക്കാം. 5000 രൂപ. അതെന്താ സംഭവം? ഇതാണ് സംഭവം. അടുപ്പുകൾ അല്ലേ? ഇതാണ് ഇപ്പൊ നമ്മുടെ അടുപ്പുകള്. ഈ അടുപ്പ് എന്താ അതിന്റെ വ്യത്യസ്തത? ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആവശ്യത്തിന് തീ കൂട്ടാനും തീ കുറയ്ക്കാനും പറ്റും. നമ്മൾ ഫുൾ ആൻഡ് ഫുൾ വിറക് തന്നെയാണ്. വിറക് ഉപയോഗിക്കുക, ചിരട്ട ഉപയോഗിക്കാം. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കറണ്ട് വേണം. പക്ഷേ ഈ കറണ്ടിന്റെ ചെലവ് ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചാലും വെറും 4 രൂപ 5 രൂപ ഒരു മൊബൈൽ ചാർജിന്റെ കറണ്ട് ഇതിന് ആവശ്യമുള്ളൂ. അതായത് 30 മണിക്കൂർ ഉപയോഗിച്ചാലേ ഒരു യൂണിറ്റ് കറണ്ട് ചെലവാകുള്ളൂ. ഒരു യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ വെറും 8 രൂപ 9 രൂപ. നമ്മൾ 30 മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിച്ചാലും അതിന്റെ ഒരു നോക്കിയാലും ഒരു 5 രൂപ 6 രൂപ ആ റേഞ്ചിൽ കറണ്ട് ചാർജ് വരുന്നുള്ളൂ. നമ്മൾ ഫാനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫാനാണ്, 12 വോൾട്ട് DC ബ്ലോയർ ഫാനാണ്. വെറും 12 വോൾട്ട്. ഇതിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിൽ തീ കൂട്ടാനും തീ കുറയ്ക്കാനും പറ്റുന്നത്. അതെ അതെ അതെ. പിന്നെ തന്നെ നമുക്ക് ഇത് റൂമിന്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിൽ വെക്കാം. പോകേണ്ട ശല്യം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ ഹോട്ടലുകാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പുകയാണ്. അപ്പൊ ഇതിൽ പുകയുണ്ടാവില്ല, ഒരിറ്റ് പുകയുണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ നിന്ന് കത്തിക്കോട്ടെ, പുകയുണ്ടാവില്ല, ഒരു പുകയുണ്ടാവില്ല. നമ്മൾ 100% നമ്മൾ ഹീറ്റ് ഇൻസ്റ്റലേഷൻ വേറെ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഗ്യാസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അത് ശരി. ഫുള്ളി ഹീറ്റ് ഇൻസ്റ്റലേഷൻ ആണ്, സെറാമിക് ഹീറ്റ് ഇൻസ്റ്റലേഷൻ. അപ്പൊ പുകയുണ്ടാവില്ല, അത്രയും ഗ്യാരണ്ടിയാണ്. ഹോട്ടലുകാർ കൊണ്ടുപോയിട്ട് പുകയുണ്ടായി കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ മുഴുവനും കൊടുത്തു കഴിഞ്ഞു. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നല്ല നല്ല അഭിപ്രായമുള്ള ഒരു അടുപ്പാണ്. ശരി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ് അവർക്കല്ലേ ഏറ്റവും കൂടുതൽ മാസം 1 ലക്ഷം 1.5 ലക്ഷം ഗ്യാസിന് കൊടുക്കുകയല്ലേ. ഒരു മാസം അപ്പൊ നിസ്സാര കാശ് മതി. നിസ്സാര കാശിന് അപ്പൊ ഈ പറഞ്ഞ ഹോട്ടലുകാർക്കൊക്കെ ഭയങ്കര ഉപകാരമായ സംഭവമാണ് അല്ലേ? വളരെ വളരെ ഉപകാരം. 60,000 രൂപയുടെ ഗ്യാസ് ചെലവ് മാസം ഉണ്ടെങ്കിൽ നമുക്ക് വെറും 5000 രൂപ ഒതുക്കാം. എന്നിട്ട് 6-7 മോഡൽ അടുപ്പുകളുണ്ട്. അതായത് 7 കിലോ അരി മുതൽ 60 കിലോ അരി വരെ വെക്കാനുള്ള അടുപ്പുകൾ നമ്മുടെ ഉണ്ട്. അതെ, വെയിറ്റ് അനുസരിച്ച് ഫുള്ള് കാസ്റ്റൺ ആണ്. ഇത് ഇരുമ്പിൽ ഉണ്ടാക്കുന്ന സാധനമല്ല, ഇത് ഫുള്ള് കാസ്റ്റൺ. ഈ കാസ്റ്റണൊക്കെ നശിക്കണം എന്ന് പറഞ്ഞാൽ 1000 ഡിഗ്രി ചൂടിന് മുകളിൽ പോയാലേ ഇത് നശിക്കത്തുള്ളൂ. നമ്മുടെ ഏത് അടുപ്പിൽ 1000 ഡിഗ്രി ചൂടൊന്നും വരത്തില്ല. ഒരു ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് വിറകിടുക, കത്തിക്കുക, അതിന്റെ ആവശ്യം മാത്രം. റൂമിന്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിൽ വെക്കാം. യാതൊരു പുകന്റെ ശല്യം അങ്ങനത്തെ ഒരു ശല്യം ഇല്ല. ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ വിറകടുപ്പ് കത്തിക്കുന്ന പോലെ കർപ്പൂരോ മണ്ണെണ്ണയോ വെച്ച് അങ്ങോട്ട് കത്തിക്കുക. അതിന് ശേഷം ഇതിൽ ബ്ലോർ ഓൺ ചെയ്യുക. ബാക്കിയെല്ലാം മൂപ്പര് നോക്കിക്കോളും. നമുക്ക് വിറകൊക്കെ ഇതിൽ കൂടെ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ചാരമൊക്കെ കറക്റ്റ് ആയിട്ട് അടിയിൽ പ്ലേസ് ആയിക്കോളും. ഇത് ദിവസവും കളയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ ഇത്ര വിറകിട്ട് കത്തിച്ചാലും ചാരം ഇത്രേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ എടുത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. ഒരു ജഗജില്ലാടി അടുപ്പ് തന്നെയാണ് ഇത്. ഇതല്ല മെയിൻ ആയിട്ട് ഹോട്ടലുകാർക്ക് 6 കിലോ മുതൽ 60 കിലോ വരെ വയ്ക്കാൻ പറ്റിയ അടുപ്പുണ്ട്. വെയിറ്റ് അനുസരിച്ച് 60 കിലോ അരി വയ്ക്കാൻ പാകത്തിനുള്ള അടുപ്പുണ്ട്. ഈ അടുപ്പുകൾ മാത്രമല്ല, നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള അടുപ്പുണ്ട്. 8500 ഒറ്റ പ്രൈസിന്റെ ഒറ്റ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുക ഉണ്ടാവില്ല. ഗ്യാസിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ഈ ചില്ലറ തീ കൂട്ടാനും പറ്റും, തീ കുറയ്ക്കാനും പറ്റും. തീ കൂട്ടാൻ പറ്റും, അതുപോലെ കുറയ്ക്കാനും പറ്റൂല. കറണ്ടിന്റെ കാര്യം നോക്കണം. മൊബൈൽ ചാർജ് വലിയ സംഭവം ഒന്നുമില്ല. വെറും 8 രൂപയുള്ളൂ. 8 രൂപക്ക് നമുക്ക് ഈ സംഭവം ഒരു ദിവസം മുഴുവനായിട്ടും പാചകം ചെയ്യാം. അതെ, ഈ ഇരിക്കുന്ന അടുപ്പുണ്ട 25 കിലോ അരി വയ്ക്കാൻ പാകത്തിനുള്ള അടുപ്പാണ്ട. അതെ, 80 കിലോ വെയിറ്റ് ഉണ്ടെന്നുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഭയങ്കര വെയിറ്റ് ആണ്ടാ. 80 കിലോ എന്ന് പറയുന്നത് 25 കിലോ അരി വയ്ക്കാൻ പാകത്തിനുള്ള ഇതാവുമ്പോ ബാക്കിയൊക്കെ എങ്ങനെ വെയിറ്റ് ഉള്ളതിന്റെ ബാക്കിയൊക്കെ അതിന് കൂടുതൽ അതിനേക്കാളും വെയിറ്റ് വരും. അതിനേക്കാൾ വെയിറ്റ് വരും. എന്ത് മെറ്റീരിയൽ? ഇത് ഫുള്ള് കാസ്റ്റൺ ആണ്. ഫുൾ കാസ്റ്റൺ ആണല്ലേ? ഇത് എത്ര കിലോ ഇതിന്റെ? അത് 35 കിലോ അരി വെക്കാവുന്ന അടുപ്പാണ്. അത് തന്നെ 120 കിലോ 130 കിലോ വരും. പാചകം ചെയ്യൂലേ? ഈ പാചകം ചെയ്യാത്ത അടിയിലും കരി ഉണ്ടാവില്ല. ഇത് പുകയുണ്ടെങ്കിലല്ലേ കരി ഉണ്ടാവുള്ളൂ. ഇതിൽ പുകയില്ലാത്ത അടുപ്പല്ലേ, പിന്നെ എങ്ങനെ കരി വരാനാ? 100%. അടിപൊളി കേട്ടോ. കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ഒരു ആള്, അവർക്ക് അടുപ്പ് കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് വരാൻ ഇപ്പൊ ഇവിടെ വരെ വരാൻ ഒരുപാട് ദൂരം ഉണ്ടല്ലോ. വഴിയുണ്ട്. നമുക്ക് വന്നിട്ട് കേരളത്തിൽ പാലക്കാടും എറണാകുളത്താണ് ഇപ്പോൾ ഉള്ള ബ്രാഞ്ചസ്. ഇനിയിപ്പോ പുറത്തുനിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നെങ്കിൽ അവിടെ കൊടുത്തുള്ളത്. നമ്മളിപ്പോ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തുനിന്ന് ഇപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തൊക്കെ വിളിക്കുന്നവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നമ്മൾ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഹോട്ടലുകൾക്ക്. അത് പറ്റിയത് കാണാനുള്ള ഇത് ഉണ്ടാക്കിയത് അവരുടെ അടുത്ത് എവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് അത്
നമുക്ക് ഏർപ്പാടാക്കി കൊടുക്കും, കാണാനുള്ള സംവിധാനം. അപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് ഈ അടുപ്പ് നിങ്ങൾക്ക് പോയി കണ്ട് ഇതിന്റെ ചൂട് പുറത്തേക്ക് ചൂടുണ്ടോ, അതായത് തീ നല്ല കത്തുണ്ടോ, നമുക്ക് കരിയില്ല, അത് ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം തന്നെ അറിയാലോ. ഉപയോഗിക്കുന്ന അഭിപ്രായം കേട്ട് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ പൊറോട്ട കല്ലാണ്ടാ, 25 പൊറോട്ട ഒറ്റ ടൈമിൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കല്ലാണ്. 1 ഇഞ്ച് കനത്തിലുള്ള കല്ലുണ്ട്, അതിന്റെ മുകളിലുള്ള കല്ലും എല്ലാം ഇവിടെ സെറ്റാണ്. ഇതിനും അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും എന്നുള്ളതാ. വിറക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തീ കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും. നോർമലി പാചകം ചെയ്യാൻ അടുപ്പ് മാത്രമല്ല ഈ ഒരു സംഭവം ഉണ്ടാ, ഇത് നമ്മുടെ ചിപ്സ് ലൈവായിട്ട് വറക്കണ ഒരു അടുപ്പാണ്ടാ. ഇതും നമുക്ക് പുറത്ത് ചൂടില്ലാതെ ഹീറ്റ് ഇൻസുലേഷൻ ചെയ്ത് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അല്ലേ. എത്ര ലിറ്റർ നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റും? ഇതാണെങ്കിൽ ഒരു 30 ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യാം. നമുക്ക് വന്നിട്ട് 100 ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യാനുള്ള അടുപ്പ് അവൈലബിൾ ആണ്. അപ്പൊ സംഭവം ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ ഈവന്റ് നടത്തുന്നവര്, അതുപോലെ കാറ്ററിംഗ് നടത്തുന്നവര്, നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ് നടത്തുന്നവര്, ബേക്കറി നടത്തുന്നവര്, ഇവർക്കൊക്കെ ലാഭമുള്ള പരിപാടിയാണ്. അതായത് ഗ്യാസിന് പറ്റിയ പൈസ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഒന്നുമില്ല. നമ്മുടെ ഈ അടുപ്പാട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ വിറക് ആവശ്യത്തിന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ